വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു സ്വീറ്റ് റെസിപ്പിയാണ് ആഗ്ര പേട. അതിനായി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളമെടുത്ത് ഒരു 1/4 ടീസ്പൂൺ ചുണ്ണാമ്പ് കലക്കിയെടുക്കുക. അതിലേക്ക് കുമ്പളങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു ഫോർക്ക് കൊണ്ട് 4 വശവും കുത്തി കൊടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. മിനിമം 6 മണിക്കൂറെങ്കിലും ഈ വെള്ളത്തിൽ കുമ്പളങ്ങ ഇട്ട് വയ്ക്കണം. കുമ്പളങ്ങ ഒന്ന് ഹാർഡായി വരുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് 5-6 തവണ കുമ്പളങ്ങ നന്നായി ഒന്ന് കഴുകിയെടുക്കാം. ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ച് വെള്ളം തിളച്ച് വരുന്ന സമയത്ത് കുമ്പളങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളവും കുമ്പളങ്ങയും ഒരുമിച്ച് പാത്രത്തിലാക്കി അടുപ്പിൽ വയ്ക്കരുത്. തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് തന്നെ നമ്മളത് ഇട്ട് കൊടുക്കണം. എന്നിട്ടൊരു 5-6 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. കുമ്പളങ്ങ ഉടഞ്ഞു പോകരുത്. വെന്തതിന് ശേഷം നമുക്കിത് കോരി നല്ല തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്രിഡ്ജിൽ വെച്ച വെള്ളമാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ കുമ്പളങ്ങയെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ വെള്ളത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് പഞ്ചസാര പാനി തയ്യാറാക്കിയെടുക്കാം. അതിനായി ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 1.5 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതായത് നമ്മുടെ കയ്യിലുള്ള കുമ്പളങ്ങ ഒന്ന് മുങ്ങിക്കിടക്കത്തക്ക രീതിയിലുള്ള അളവിലുള്ള വെള്ളമാണ് എടുക്കേണ്ടത്. അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര പാനിയാകുന്ന സമയം കൊണ്ട് നമുക്ക് കുമ്പളങ്ങ ഒന്ന് വെള്ളം കളഞ്ഞെടുക്കാം. പഞ്ചസാര പാനി തയ്യാറായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കണം. പഞ്ചസാരയെല്ലാം കുമ്പളങ്ങയിലേക്ക് നന്നായി പിടിക്കട്ടെ. അതിനുശേഷം ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി മാത്രമാണ് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത്. ഇപ്പോൾ വെള്ളമെല്ലാം നന്നായി വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഇടയ്ക്ക് നന്നായി ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ അടി പിടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് പഞ്ചസാര ആയതുകൊണ്ട്. ഇനി ഒരു 2 തുള്ളി റോസ് വാട്ടറാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ആ കുമ്പളങ്ങയുടെ ആ റോസ് സ്മെല്ലെല്ലാം പോകുന്നതിന് വേണ്ടിയാണ് നമ്മൾ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 2 തുള്ളിയിൽ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. റോസ് വാട്ടർ ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. പഞ്ചസാര ലായനി നന്നായി വറ്റിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. തണുപ്പിച്ചതിന് ശേഷം ഉപയോഗിക്കാം. ഇത് കുമ്പളങ്ങയാണെന്ന് നമ്മൾ കഴിക്കുന്ന സമയത്ത് അറിയുക പോലുമില്ല. അത്രയ്ക്കും ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.